എത്ര പോലെ ഈ രണ്ട് പെൺകുട്ടികൾ ഇതുവരെ എണീറ്റിട്ടില്ലല്ലോ. ഷായിന ഷായിന വിളിച്ചിന്റെ തൊണ്ട കീറാന്നല്ലാതെ ഓൾ അവിടുന്ന് എണീക്കൂല. ഷായിന അനക്കിത് ജോലിക്കൊന്നും പോണ്ടേ? ഈ മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. ആ ഇമ്മ എണീറ്റു. എവിടെ വരണേന്നാണ് ഈ പറഞ്ഞത്? നേരെ എത്ര പോലായി ഞാൻ ഈ വിളിച്ച് കൂവണത്. നിങ്ങക്ക് രണ്ടാൾക്കും ആ കട്ടുമെന്ന് എണീക്കാനായിട്ട്. ആ അമ്മ എണീറ്റിക്കണ്. ഇന്നലെ നേരെ വൈകിയല്ലേ കിടന്നത്, അതാണ് വരണേ. ഈ ജോലിക്ക് പോകാൻ നേരം വൈകിട്ടുണ്ടെങ്കിലോ ഓൾ ഈ പെര കിടന്ന് രണ്ടാക്കും. അമ്മ വിളിച്ചില്ല, അമ്മ അങ്ങനെ കാട്ടിയില്ല, അമ്മ അങ്ങനെ കാട്ടിയില്ല എന്നറിയാണ്ട് ഓൾ ഇന്റെ നെഞ്ഞത്ത് കയറും. വിളിച്ചങ്ങോട്ട് നീക്കൂല്ല. ഇങ്ങനെയുണ്ട് ഒരു പെൺകുട്ടികള് നട്ടുച്ച വരെ കിടന്നുറങ്ങണ പെൺകുട്ടികള്. ഷായിന ഞാൻ ഒരു കാര്യം പറയാണ്, ഇനി ഞാൻ എന്നെ വിളിക്കൂലട്ടാ. മാണെങ്കിൽ വന്ന് എണീറ്റോ. കയ്യ മുറിയായി മനുഷ്യന്റെ. ഓ രാവിലെ തുടക്കം ഉമ്മയും മോളും കൂടി മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലോ. എത്ര നേരം വെച്ചിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ വിളിക്കല്? ഇത് അയൽവക്കത്തുള്ളവരെല്ലാരും കേൾക്കും ഒച്ചപ്പാട്. ഞാൻ എണീറ്റിക്കണമ്മ. അത് പറഞ്ഞവിടെ കേടുന്ന എണീറ്റിന്ന് അറിയാണ്ട്. രണ്ട് പെൺകുട്ടികളെ കാട്ടിയേ രണ്ട് ആൺകുട്ടികളെ പഠിച്ചൊക്കെ തരികയാണെങ്കിലേ വലിയ ഉപകാരത്തിലും പെട്ടീന്ന്. ഇത് രണ്ടും കണക്കാണ്. ഞാനും കുഞ്ഞോളും ആയിട്ടാണ് മന സഹിക്കണത്. വേറെ വല്ലവരും ആണെന്നുണ്ടെങ്കിലേ എന്നും മന തൂക്കി വിറ്റിട്ടുണ്ടാവും. അമ്മ കേട്ടോ ഒച്ചയും ബഹളുമാണ് രാവിലെ. നിങ്ങളെ പ്രശ്നം രാവിലെ തുടത്തിയാണല്ലോ. ഇനിയും കുഞ്ഞോളി ഇങ്ങനെ ചീത്ത പറച്ചില്, ഇങ്ങനെ ഗ്യാസ് പൊട്ടിത്തെറിച്ച പോലെ ഒച്ചപ്പാടുണ്ടാക്കാനേ എന്തപ്പോ ഇവിടെ ഉണ്ടായത്? നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്റെ മകൾക്ക് 10-30 വയസ്സായില്ല, എന്റെ മകളെ കെട്ടിക്കണില്ലേന്ന്. കാലാകാലേ എന്റെ മകള് കൊണ്ടുവരുന്നത് പുറത്ത് തിന്നാനാണ് എന്റെ ഭാവം എന്നാ ചോദിക്കണത് നാട്ടുകാര്. അതിന് നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ കുറെ കൊല്ലായിക്കണ എന്റെ മകളോട് ഞാൻ ഈ കല്യാണക്കാരും പറയല് തുടത്തിയിട്ട് എന്നുള്ളത്. എന്റെ മകളെ ചെവി കണ്ട് കേൾക്കണില്ല എന്ന് നാട്ടുകാർക്ക് ഇതുവരെയായിട്ടും അറിയില്ലല്ലോ. നാട്ടുകാരോടെ എന്നോട് വന്ന് ചോദിക്കാൻ പറയും, ഞാൻ കൊടുത്തോളാം ഒരിക്കലുള്ള മറുപടി. ഞാൻ പോയിട്ടേ കുളിക്കട്ടെ, ഇക്കേ ജോലിക്ക് പോകാൻ നേരെ അയക്കണം. നേരം വെക്കുമ്പോ തുടത്ത് വേറെ പണിയൊന്നും ചെയ്യാതെ. അതേടി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ തട്ടുത്തരം പറഞ്ഞാണ്ട് പോയിക്കോ. ഇന്റെ സങ്കടം ആരും കാണും വേണ്ട കേൾക്കും വേണ്ട. ഇപ്പൊ തുടങ്ങും കള്ളക്കണ്ണീര്. ഇക്കുണ്ട് ഒരു മരുവനെ പെരേക്ക് കേറി വരാനും അവനക്ക് നല്ല നല്ല സാധനങ്ങളെ വെച്ചുണ്ടാക്കി കൊടുക്കാനും ആഗ്രഹം. അല്ലേലും അന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഒക്കെ എന്താ പറയല്, ചെമ്പിന്റെ പുറത്ത് വെള്ളം ഒഴിച്ച മരിക്കാണ്. പഞ്ചാരയിലാണെങ്കിലോ നിറച്ച് എറുമ്പാണ്. കുഞ്ഞോളെ ഇതൊരു എണീറ്റിയില്ലേ? ഇനി എന്നോടുള്ള ദേഷ്യം മുഴുവേ എന്നോട് വെച്ച് ഒതുക്കുമ്മ. ഞാനൊക്കെ എപ്പോഴോ എണീറ്റിക്കണ്. ഇമ്മാനെ ദേഷ്യം പിടിപ്പിക്കണതേ ഞാനല്ലല്ലോ, ഇത്തല്ലേ. ഇത്താക്കെന്താ ഇമ്മ പറഞ്ഞ കല്യാണത്തിനോട് സമ്മതിച്ചാല് ഇമ്മ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. ഇനി എൻ്റെ ഒരു ഉപദേശത്തിന്റെ കുറവും കൂടി ഉണ്ടായിന്ന്, അതും കൂടി ആയി. ഒന്ന് പോ പെണ്ണ അവിടുന്ന്. പിന്നെ ഞാനേ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ ഇമ്മാന്റെ കയ്യിൽ കൊടുക്ക. ഇജ്ജ് കോളേജിൽ പോകുമ്പോഴേ ആ കറണ്ട് ബില്ല് അടക്കൊണ്ടിട്ടാ. ഇക്കൊന്നും വയ്യ, അത് തന്നെ അടച്ച പോയിട്ട്. അടക്കണ്ട, KCB-കാരെ ഫീസ് ഊരി കൊണ്ടുപോകുമ്പോളേ അപ്പൊ പഠിച്ചോളും. അല്ല പിന്നെ എല്ലേത് ഈ ഞാൻ തന്നെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇക്കേ നേരം കിട്ടാഞ്ഞിട്ടല്ലേ. ഒരു കാര്യേ സ്വയം ചെയ്യാൻ വയ്യ, എന്നാലോ ഇന്നെ കല്യാണം കേൾപ്പിക്കാനേ എന്താ ഉഷാറ്. മതി, ഇമ്മാനെക്കാട്ടും കഷ്ടാണ്. ഇനി ഇങ്ങനെ തുടങ്ങണ്ട, ഞാൻ അടച്ചോണ്ട്.
മഴ പെയ്തപ്പോത്തിന് എന്താ ഇപ്പം മുറ്റത്തെ കച്ചറയും പുല്ല് നിറച്ചിലും. മഴ പെയ്യാൻ കാത്തിക്ക. തിരുമ്പിയത് തോരടാനാണെങ്കിൽ സ്ഥലവും ഇല്ല. ഇമ്മ ഞാൻ ഇറങ്ങി, നേരെ വൈകിക്കണ്. കറണ്ട് ബില്ല് അടക്കാളേ പൈസ ഉണ്ട്, ഞാൻ മേശമ വെച്ചിട്ട്. കുഞ്ഞോള് കൊണ്ടുപോയി അടച്ചോളൂ. വരുമ്പോ ഞാൻ എന്തേലും വാങ്ങിക്കണ? ആ, തക്കാളിയും പച്ചമുളകും ജീരകവും. ആ പിന്നെ എളിയുമൊന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. 2 ദിവസം ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പൊ ബേക്കറി എന്തെങ്കിലും വാങ്ങിക്കോ വരുമ്പോ. ആ, അത് ഞാൻ വരുമ്പോ കൊടുന്നോളാം. ഇനി കറണ്ട് ബില്ല് അടക്കാൻ മറക്കണ്ടട്ടാ. ഇനി പീസ് വന്ന് ഊരി കൊണ്ടുപോളൂ. കുഞ്ഞോളെ ഞാൻ പോയി. പോകുമ്പോ നോക്കി പോയിക്കട്ടാ. ഓ പിന്നെ ഇത്ത ചെറിയ കുട്ടിയാണല്ലോ നോക്കി പോവാന്. ഒന്ന് പോ പെണ്ണെ. അന്റെ എത്താക്കേ എല്ലാത്തിനും ഉഷാറാണ്. കല്യാണക്കാര്യം പറയുമ്പോഴേ എന്താ അന്റെ എത്താക്ക് ഇത്ര ദേഷ്യം? അന്റെ ഇത്താക്കേ 10-30 വയസ്സായിക്കണെന്നുള്ളേ വല്ല വിചാരം ഉണ്ടോ? ഇന്റെ തൊള്ളത്തെ വെള്ളം പറ്റിയാന്നല്ലാതെ അന്റെ എത്താക്ക് ഒരു കൂസലും ഇല്ല. അതിനുമ്മ ഇത്താനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ മുതൽക്കന്നെ ഇത്തേ ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ്. കാലം ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതാണ് ഞങ്ങള് ഇമ്മാന്റെ കണ്ണീര്. അതിന് കാരണക്കാരനെ ഞങ്ങളെ ജനിപ്പിച്ചപ്പി. നമ്മളെല്ലാരെയും ഒഴിവാക്കി പോയില്ലേ വേറൊരു പെണ്ണിന്റെ കൂടെ. ഇതൊക്കെ കണ്ട് വളർന്ന ഞങ്ങളെ എങ്ങനെയാണ് ഒരു കല്യാണത്തിന് സമ്മതിക്കല്? അമ്മട്ടല്ലേ ഞങ്ങൾ ചെറുപ്പം മുതലേ കണ്ട് വളർന്നത്. ഇനിയിപ്പ ഇത്താക്ക് എന്തെങ്കിലും കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത്ത കല്യാണം കഴിച്ചോളൂ. അതുവരെ ഉമ്മ ഒന്ന് ക്ഷമിക്ക്. ഇമ്മ ഇങ്ങനെ തന്നെ പ്രഷർ കയറ്റണ്ട. ഇന്റെ ബദിരീങ്ങളെ, ഈ 2 പെൺകുട്ടികൾ ഈ കോലായിട്ടുണ്ട്. എന്താപ്പ ഞാൻ ചെയ്യ? ഞാനിപ്പ എന്ത് പറയാനാണ്? ഈ പെണ്ണ് സമ്മതിക്കണ്ടേ? എന്നാ ഈ ചായ കുടിക്ക. എന്താ എനിക്ക് കടി വേണ്ടാത്തത്? ഞാൻ അവിടുന്നേ ചായ കുടിച്ചിട്ടാ ഇറങ്ങിയതേ. ഇനിയിപ്പൊ ചോറുന്നാ നേരായില്ലേ? ചോറുന്ന ഷായിനൊപ്പം ഈ കോലായിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യ? ഇക്കൊന്നും അറിയില്ല. നമ്മളെ ഷായിനാന്റെ കൂടെ ഉള്ളതാണ് അപ്പുറത്തുള്ള ഫീനു. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം പള്ളയിലും ഉണ്ട് ഇപ്പൊ ആ പെണ്ണിന്. അതൊക്കെ കാണുമ്പോഴാണ് മനസ്സിനൊരടങ്ങറ്. എന്താ ഈ കുട്ടിന്റെ മനസ്സിൽ നിന്ന് ആരുണ്ട്? എത്ര കാലം വരെ ഈ കുട്ടി ഒറ്റത്തടിയായി ജീവിക്കും? അല്ല, കാലാകാലേ ആരാന്റെ ജോലിക്കും പോയിട്ട് ഇങ്ങളെ നോക്കി ജീവിക്കാനാണോ ഓളെ വിചാരം? ഓളെ വാപ്പ അങ്ങനെ കാട്ടിക്കണെന്ന് കരുതിയിട്ട് എല്ലാരും ഇപ്പൊ അങ്ങനെ കാട്ടണം എന്നുണ്ടാ? അതൊക്കെ തന്നെ ഞാൻ ആ പെൺകുട്ടിനോട് പറഞ്ഞത്. ആര് കേൾക്കാന്? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞിന്റെ തൊള്ളയിലെ വെള്ളം വറ്റുകന്നല്ലാതെ ആ പെൺകുട്ടിക്ക് ഒരു കൂസലും ഇല്ല. അത് പേടിക്കണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഓളെ. അതാ ഇനി ഓളെ മനസ്സിലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞമ്മക്ക് അങ്ങോട്ട് നടത്തി കൊടുക്കാം. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവൂല. അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓള് നമ്മളെ കുഞ്ഞോളോട് പറയും, അല്ലെങ്കിൽ അപ്പുറത്തെ ഫിനുവിനോടെങ്കിലും പറയും. അതൊന്നും പറഞ്ഞു കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇത് ഓളതിന്ന് പെരുമാറ്റത്തിന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനൊന്നും ഇല്ലായിരിക്കും മനസ്സിൽ. ഇതിപ്പോ പോയിട്ടേ എന്തായാലും ആ ഡ്രസ്സ് മാറ്റിയിടും. അല്ല, ഷായും കുഞ്ഞോള് എപ്പോഴാ വരിക? 5 മണി ആവുമോ? ആ, കുഞ്ഞോള് ഒരു 4-4:30 ആകുമ്പോത്തിന് എത്തും. ഷായി അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്തും ചെയ്യും. ഞാൻ എന്തായാലും ഇതോട് മാറ്റിടട്ടെ. ഇതോട് കൊണ്ടുവച്ചാളി, മതി എനിക്ക്. ഇപ്പൊ ചോറുന്നാലോ. ആ, എടി ഷായി, ഇത്ര നേരം വഴുകോ വരാന്? ആ ഫീനു, ഈ എന്നാ വന്നത്? ഈ ഇവിടെ ഉണ്ടായിട്ടാണ്ടാ ഇന്നെ കാണാൻ വരാഞ്ഞ്. നല്ല ആളാണ്. എടി പോത്തെ, ഞാൻ ഇന്നാണ് വന്നത്. എന്നാലും ഇജിന്റെ കുട്ടീനെ പറ്റിയൊന്നും ചോദിച്ചില്ലട്ടാ. ആടി, ഞാൻ ചോദിക്കാൻ പറഞ്ഞു. എത്രാം മാസമായിപ്പോ എനിക്ക്? അന്റെ ഷാഫി ഉണ്ടാ കൂടെ? ഇജ് കുറച്ച് ദിവസം ഉണ്ടാവും അവിടെ? ആ എടി, ഒന്ന് ശ്വാസം വിട്ട് ചോദിക്കടി. ഇജ് എവിടുക്കാണ് ഈ ധൃതിയിൽ ഇങ്ങനെ ചോദിച്ചു പോണത്? ഞാൻ ഒരാഴ്ച ഉണ്ടാവും. 6ാം മാസം ആടി. ഷാഫിക്ക് വന്നിട്ടില്ലേ? ഞാനിപ്പോ എന്തായാലും ഒരാഴ്ച വെറുതെ ഉമ്മാന്റെ അടുത്തൊന്ന് വന്ന് നിക്കാലോചിച്ചിട്ട് വന്നതാണ്. അല്ലൊക്കെ ഭയങ്കര വേദന. അടുത്ത മാസം ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്? 7ാം മാസത്തിൽ പിന്നെ കൂട്ടിക്കൊണ്ടൂലേ? അല്ലടി, നീ എന്താ സന്യാസിയായിട്ടേ ജീവിക്കാനേ തീരുമാനിച്ചീന്നേ അന്റെ ഉമ്മ പറഞ്ഞല്ല?
എടി ഇങ്ങക്കൊക്കെ എന്താണ്? ഞാൻ കല്യാണം കഴിക്കൂലെന്ന് തീരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ കാലാകാലം കല്യാണം കഴിക്കൂലെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചാൽ മാത്രം ജീവിതം മുന്നോട്ട് പോവുള്ളൂന്നേ ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ല. ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ, എത്ര കാലായി നയിക്കാൻ തുടങ്ങിയത്. നല്ല സുഖാണ്, ആരോടും പരാതി ഇല്ല, ആരതൊന്നും കേൾക്കണ്ട. വീട്ടിക്ക് ഉമ്മാനെ നോക്കിയാൽ മതി, അഞ്ചത്തിനെ നോക്കിയാൽ മതി. കണ്ടില്ലേ, ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇതില് ഫ്രീഡം വേറെ എന്താടി? അത് വേണം മോളെ. ഇന്നും നേരം തുടത്തിയോന്നല്ലല്ലോ എൻ്റെ ഈ കഷ്ടപ്പാട്. എത്ര കൊല്ലായി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഇറങ്ങിയതല്ലേ ഈ ജോലിക്ക് പോക്കിന്. പിന്നെ ഒരു തോണ അത് വേണടി. നമ്മളെ സങ്കടമായാലും സന്തോഷമായാലും ഒരാൾ കേൾക്കാന്, നമ്മളെ കേൾക്കാന്, അത് നമുക്കൊരാൾ എന്തായാലും വേണടി. എല്ലാരും എൻ്റെ ഉപ്പാനെ പോലെ ആവണമെന്നില്ലല്ലോ. ഇതെല്ലാരേ അതേ കണ്ണുകൊണ്ട് കാണരുത്. അങ്ങനെ കണ്ടിട്ടാണ് എൻ്റെ പ്രശ്നം. പിന്നെ എൻ്റെ എല്ലാ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാനേ ഒരാണിൻ്റെ തുണ വേണടി. ഈ എന്തായാലും എൻ്റെ ഉമ്മ പറഞ്ഞതൊന്നും അനുസരിക്ക്. ആ പാവം എത്രയായി എൻ്റെ പിന്നാലെ നടക്കണം. അതൊക്കെ വിട്. ഈ വീട്ടിക്ക് വായോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട് മോളെ, എനിക്കൊന്ന് കെടുക്കണം. രാവിലെ നേരത്തെ പോണതല്ലേ. നിന്റെ ഈ ഒഴിഞ്ഞു മാറ്റം ഉണ്ടല്ല, അതെനിക്കറിയാം. ഞാനേ പിന്നെ വരാം. ഈ ഇപ്പൊ ചെല്ല്. എടാ ചെക്ക, പെട്ടെന്ന് മേങ്ങണ്ട് വായോ. എൻ്റെ ഉമ്മാക്ക് കുറച്ച് ഉപദേശം കൂടുതലാണ്. എൻ്റെ ഉമ്മാനെ നമുക്ക് ശരിയാക്കണം. ഞാൻ പോട്ടടി ആടി. എന്നാ ശരി, ഞാൻ വരണ്ടേ അങ്ങണ്ട്. ഉമ്മാനോട് പറയും ഞാൻ വന്നിക്കണേന്നുള്ളത്. എൻ്റെ എല്ലാ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാനേ ഒരാണിൻ്റെ തുണ വേണടി. ഈ എന്തായാലും എൻ്റെ ഉമ്മ പറഞ്ഞതൊന്നും അനുസരിക്കും. ഇന്റെ ആള് വന്നിക്കണ. എന്നിട്ട് എന്താ ഇന്റെ ആള് ഈ കൊലായ്മ തന്നെ നിക്കണത്? എന്തൊക്കെ ഈ പെൺകുട്ടി നോക്കി ഡി എന്നത്തെ ജി അന്ത വിട്ട കുന്തം പോലെ എങ്ങനെ നിക്കണത്? ഒന്നുമില്ല, കുഞ്ഞോള് വന്നീലേ? എളി വന്ന അതങ്ങോട്ട് വെക്ക്. കുഞ്ഞോള് വന്നിക്കണ്. കുഞ്ഞോള് അതാ കുളിക്കാൻ കയറിയിക്കണ്. എളിമീ വന്നിക്കണ്. ഇജ് വായമ്മ ചാടിത്തക്ക. ഞാനോട് വരാം.